വാഴ്ത്തി വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. സങ്കീർത്തന പുസ്തകം 16-ാം അധ്യായം 11-ാമത്തെ വാക്യം. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. പ്രൈസലോ. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനമാണ്. പലപ്പോഴും നമ്മൾ ഈ വചനം വിശ്വസിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ചിന്തിക്കുന്ന വചനം, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. പ്രൈസലോ. എന്നോടൊപ്പം നിങ്ങൾക്കൊന്ന് പറയുവാൻ കഴിയുമോ? നിന്റെ സന്നിധിയിൽ, ആരുടെ? ദൈവത്തിന്റെ സന്നിധിയിൽ എന്താണുള്ളത്? സന്തോഷത്തിന്റെ പരിപൂർണത. പിന്നെന്താണ്? അവന്റെ സന്നിധിയിൽ അവന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളും. രക്തം ചെയ്യും. ഈ ഒരു അനുഭവം, സ്വർഗത്തിലെ ഈ പ്രതീതി നമ്മുടെ ഭവനത്തിൽ എത്തണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ ദൈവമക്കളാകുന്ന നാം എപ്പോഴും സന്തോഷിച്ച് ആനന്ദിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരായതുകൊണ്ട് കരഞ്ഞു കലങ്ങിയ മനസ്സുമായി നാം തകർന്ന തരിപ്പണമായി പോകാതെ ഹൃദയത്തിന്റെ ചിന്തകളും വിചാരങ്ങളും എല്ലാം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ സന്തോഷിച്ച് ആനന്ദിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവമാണ് യഥാർത്ഥ ഹല്ലേലൂയ ജീവിതത്തിന്റെ സ്വർഗീയ സന്തോഷം എന്നൊക്കെ പറയുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. നമുക്കെപ്പോഴും വിജയം നൽകുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് വിജയം നൽകുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നാം എപ്പോഴും വിജയാഘോഷം വേണം ഘോഷിക്കാൻ. വിജയാഘോഷം. പരാജയപ്പെട്ടവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കരച്ചിലും പല്ലുകടിയും എന്നും അതൊക്കെ ആയിരിക്കും. എന്നാൽ വിജയിച്ചവൻ എപ്പോഴും ദൈവം സന്തോഷിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അവരെപ്പോഴും സ്തുതിച്ച് പാടുവാൻ വേണ്ടി ദൈവത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവനാ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആരാ വിജയിച്ചതെന്ന്? വിജയിച്ചവൻ സാത്താനെ ജയിച്ചവൻ, പാപത്തെ ജയിച്ചവനാണ് വിജയിച്ചവൻ. ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ വീണ് സാത്താനും അടിമപ്പെട്ട് കിടക്കുന്നവന് വിജയിക്കാൻ കഴിയത്തില്ല. അവന് ദൈവസനെ സന്തോഷിച്ച് ആനന്ദിപ്പാനും കഴിയില്ല. കാരണം അവനെ ഞെരുക്കുന്നത് ഈ ലോകത്തിന്റെ ചിന്തകളും ലോകത്തിന്റെ മാലിന്യം കുമാരങ്ങളും അതുപോലെ ഇവിടുത്തെ സാത്താന ശക്തികൾ ഒന്നടങ്കം മനുഷ്യ ഹൃദയത്തെ പാപത്തിലേക്ക് ആഴ്ത്തി ദുഃഖം കൊണ്ടുവരുമ്പോൾ ഹല്ലേലൂയ ആ മനുഷ്യന് സന്തോഷിക്കാൻ കഴിയത്തില്ല. എന്നാൽ പാപമോചനം പ്രാപിച്ചവൻ ദൈവസന്നിധിയും എപ്പോഴും സന്തോഷിച്ച് ആനന്ദിക്കും. ഹല്ലേലൂയ. അപ്പൊ സന്തോഷവും ആനന്ദവും നമ്മുടെ ജന്മ അവകാശമാണ്. എന്താണ് സന്തോഷവും ആനന്ദവും? നമ്മുടെ ജന്മ അവകാശമാണ്. നമുക്ക് പിതൃസമ്പത്ത്, നമ്മുടെ ജംഗമ സ്വത്തുക്കൾ, നമ്മുടെ പിതാക്കന്മാർ നേടിവെച്ചത്, പിതാക്കന്മാർ കണ്ടുപിടിച്ചത്, എന്റെ പിതാക്കന്മാർ എനിക്ക് തന്നതെന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരുപാട് ജന്മ അവകാശങ്ങളും നമ്മുടെ ഒരുപാട് പിതൃസ്വത്തുക്കളെ കുറിച്ചൊക്കെ നമ്മൾ പറയും. ഹല്ലേലൂയ. അത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ടുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഞങ്ങളുടെ ജന്മാവകാശമാണ്, ഞങ്ങളുടെ ആനന്ദവും സന്തോഷവും അത് ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനും പണ്ടൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഭൂമിയിലെ സമ്പത്തുകളൊക്കെയാണ് നമ്മുടെ അവകാശമെന്ന്. പക്ഷെ ദൈവവചനം പഠിച്ചു വന്നപ്പോൾ എൻ്റെ കർത്താവിനോട് പറഞ്ഞിട്ടാ, നീ ഉദ്ദേശിക്കുന്നതല്ല നിന്റെ അവകാശം. നിന്റെ അവകാശം സ്വർഗത്തിലെ ആനന്ദമാണ്, സ്വർഗീയ സന്തോഷമാണ്. അതുകൊണ്ട് ഭൂമിയിലെ പരാജയത്തിലേക്കും ഭൂമിയിലുള്ളതിലേക്കും നീ ദൃഷ്ടി വെക്കാതെ നീ ഉയരത്തിലേക്ക് നോക്കണം. ഹല്ലേലൂയ. കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, കൊലോസ്യ ലേഖനം 3:1, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പിക്കും. അല്ലേ? ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിന്ന് കൊലോസ്യ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണം, ഭൂമിയിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും ഉണ്ടെന്നാൽ നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ ചിന്താഗതിയോടുകൂടി നാം ജീവിച്ചാൽ നമുക്ക് ഭൂമിയിലുള്ളതിനെ നോക്കി വിലപിക്കാതെ സ്വർഗത്തിലുള്ള ആനന്ദവും സന്തോഷവും നമുക്ക് ആനന്ദിച്ച് അനുഭവിക്കാൻ കഴിയും. രക്തം ചെയ്യും. അല്ലേ? അപ്പൊ നമ്മൾ ഭൂമിക്ക് വേണ്ടിയല്ല നമ്മുടെ ജീവിതം, നമ്മുടെ ജന്മാവകാശമായി ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന നമ്മുടെ അമിതാലി സൃഷ്ടിയിൽ തന്നെ നമ്മൾ പകർന്നിരിക്കുന്ന ഉല്ലാസവും ആനന്ദവും നാം ദൈവസന്നി പ്രാപിക്കണം. രക്തജയം. ഹല്ലേലൂയ. ഇവിടെ ഒരു സ്വർഗപ്രതീതിയാണ്, അല്ലെ? ഒരു സ്വർഗപ്രതീതിയാണ് ഈ വാക്യത്തിനകത്ത്. എന്താ? ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധി സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ടാകും. വീണ്ടും വായിക്കുമ്പോൾ സ്വർഗത്തിന്റെ മനോഹരമായൊരു ദർശനത്തെ സങ്കീർത്തനക്കാരൻ കാണുകയാണ്. ഹല്ലേലൂയ.
സന്തോഷവും ആനന്ദമുണ്ട്. സ്വർഗത്തിൽ എന്താണുള്ളത്? സന്തോഷവും ആനന്ദമാണ് സ്വർഗത്തിലുള്ളത്. ഹല്ലേലൂയ. അപ്പൊ ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭാവിയായ ഒരുവന്റെ ജീവിതത്തിൽ ആക്ഷരികമായി നിറവേറുവാൻ സാധ്യമല്ലെങ്കിലും അത് ഹല്ലേലൂയ പൂർണ്ണമായി നിറവേറുന്നത് ക്രിസ്തുവിലാണ്. അപ്പൊ പാപിയായ മനുഷ്യന് ഇത് ആക്ഷരികമായി നിറവേറാൻ കഴിയുന്നില്ല. എന്നാൽ പാപിയായ മനുഷ്യൻ കർത്താവായ യേശുവിനെ രക്ഷിതാവും പിതാവായി സ്വീകരിച്ച് ദൈവത്തിന്റെ മകനായി മകളായി കഴിയുമ്പോൾ ക്രിസ്തുവിലൂടെ, യേശു ക്രിസ്തുവിലൂടെ ഈ ആനന്ദവും സന്തോഷവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ വചനം പറഞ്ഞു, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്തു നിന്നും പ്രമോദങ്ങളുടെ സ്വർഗത്തിന്റെ ഒരു മനോഹരമായ ദൃശ്യമാണ്, ഒരു ദർശനമാണ്. എന്നാൽ നാം ഭൂമിയിലേക്ക് നോക്കിയാൽ, നാം ഓരോ കുടുംബത്തിലേക്കും ചെന്ന് കഴിഞ്ഞാൽ നിലവിളിയുടെ അനുഭവങ്ങൾ മാത്രമാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ഭവനത്തിനകത്ത് നിലവിളിയല്ലേ എന്നും സന്തോഷത്തിന്റെ പരിപൂർണതയും അല്ലൊരിയ പ്രമോദങ്ങൾ നിന്റെ കുടുംബത്തിനകത്തുണ്ടോ? ആമീൻ. ഒന്നിച്ച് സന്തോഷിപ്പാൻ കഴിഞ്ഞിട്ട് എത്രയോ കാലങ്ങളായി, ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞിട്ട് എത്രയോ നാളുകളായി. ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളല്ലേ, നിലവിളിയല്ലേ? ആ സ്വർഗ പ്രതീതിയുടെ അനുഭവത്തെ, സ്വർഗീയ മനോഹരമായ ദർശനങ്ങൾ പ്രാപിച്ചുകൊണ്ട് ജീവിതത്തിൽ നീ കർത്താവിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ മാത്രമേ ആ സ്വർഗത്തിന്റെ മനോഹരമായ ദൃശ്യം, അവന്റെ അല്ലെങ്കിൽ ദൈവത്തെ സന്നിധിയിലെ സന്തോഷത്തിന്റെ പരിപൂർണതയും അവന്റെ വലത്തുഭാഗത്തെന്നും ആ പ്രമോദങ്ങളും ഉണ്ടെന്നുള്ളത് നിന്റെ ജീവിതത്തിൽ ലഭിക്കത്തുള്ളൂ. ഞാൻ പല ഭവനങ്ങളും കയറി ഇറങ്ങുമ്പോൾ അവിടെ ചെല്ലുമ്പോഴെല്ലാം നിലവിളി മാത്രമാണ്, പരിഭവങ്ങൾ, സങ്കടങ്ങൾ മാത്രം. എപ്പോഴും കുറ്റം ചാത്തലുകളൊക്കെയാണ് കേൾക്കുന്നത്. എന്തുകൊണ്ടാണ്? ഒരു പാപിയായ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്ന ദുഃഖത്തിലാണ്. ഒരു പാപിയുടെ ഭവനം ദുഃഖത്തിലാണ്. ആ പാപിയുടെ ഭവനത്തിനകത്ത് ഒരിക്കലും സന്തോഷം ഉണ്ടാകത്തില്ല. പാപിയായ മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകത്തില്ല. എന്നാൽ ക്രിസ്തുവിലൂടെ നാം അല്ലെങ്കിൽ വീണ്ടെടുപ്പ് പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ, കർത്താവ് നമ്മുടെ കുടുംബത്തിന്റെ നായകനായി, ജീവിതത്തിന്റെ നായകനായി മാറുമ്പോൾ, ഹല്ലേലൂയ, നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാൻ കഴിയുന്ന നിലയിൽ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ അനുഭവങ്ങൾ മാറ്റും. പ്രൈസലോ. ഞാൻ കഴിഞ്ഞ പകലിൽ ഞാനൊരു സഹോദരിയുമായിട്ട് സംസാരിപ്പാടേതീർന്ന പ്രത്യേകമായ സാഹചര്യത്തിൽ വഴിയിൽ വെച്ച് എന്നെ കണ്ടുമുട്ടിയപ്പോൾ ഞാനുമായിട്ട് പരിചയപ്പെട്ടു. പാസ്റ്ററല്ലേ ഗുരുവായൂർ പ്രവർത്തിക്കുന്നത് ചോദിച്ച് അങ്ങനെ പരിചയപ്പെട്ട കൂട്ടത്തിൽ ആ സഹോദരി പറഞ്ഞ്, ഞാനൊരു ദിവസം പാസ്റ്റർ മെസ്സേജ് കേട്ടു. എന്നുള്ള കാര്യങ്ങൾ കേൾക്കുന്നത്. ആ സഹോദരി പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആ സഹോദരിയുടെ കുടുംബത്തിനകത്ത് സന്തോഷമില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല, എന്നും പ്രശ്നങ്ങളാണ്. അപ്പൊ എനിക്കത് മനസ്സിലായി. ഞാൻ ചോദിച്ചോണ്ട് പറഞ്ഞു, എന്റെ പാസ് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലൊന്ന് വന്ന് ഞങ്ങളുടെ അച്ഛനെ ഒന്ന് ഉപദേശിക്കണം. ഫ്രൈസറോ ഹല്ലേലൂയ. അപ്പൊ ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് ഞാൻ സഹോദരി പറഞ്ഞു, ഞാനൊരു ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് വരാം, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഒന്ന് ഉപദേശിച്ച് നോക്കാം. അല്ലെങ്കിൽ ആ സഹോദരിക്ക് സന്തോഷമായി. ഞാൻ ആ നടുവഴിയിൽ വെച്ച്, പെരുവഴിയിൽ വെച്ച് സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സന്തോഷത്തോടെ പോവുക. ഇനി നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദുഃഖം വരരുത്. ഏത് പ്രതികൂലത്തിൽ നിങ്ങൾ അതിജീവിക്കുക കഴിയണമെന്ന് സൗകര്യം പറഞ്ഞ് ബലപ്പെടുത്തി വിട്ടു. അങ്ങനത്തെ എത്രയെത്ര കുടുംബങ്ങളാണ് ശ്രോതാവെ നിലവിളിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്. ഇവിടെ നാം ദൈവസന്നിധി ചിന്തിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിനകത്ത് എപ്പോഴും സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ടാകണം. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ ആ അനുഭവത്തിലേക്ക്, ആ സ്വർഗീയ പ്രതീതി, ആ സ്വർഗീയ മനോഹരമായ ദൃശ്യം നാം വേദപുസ്തകത്തിൽ വായിക്കുന്ന പോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ വരണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്നാണ് നീ സന്തോഷിക്കാൻ കഴിയുന്നത്? നിങ്ങൾ ഈ ഭൂമി ജീവിച്ച് 30, 40, 50, 60 വയസ്സൊക്കെ ജീവിച്ചില്ലേ? ഇതുവരെ നിങ്ങൾക്ക് സന്തോഷിപ്പാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, സന്തോഷത്തിന്റെ പരിപൂർണ്ണ നിങ്ങളുടെ ഭവനത്തിൽ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്ന് കാണാനാന്നേ? ഹല്ലേലൂയ. നിങ്ങളുടെ പ്രായം മുന്നോട്ട് കടന്നു പോകുകയില്ലേ? നിങ്ങളുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. താങ്കൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. ഏത് സമയത്തും മരണം കടന്നു വരാം. അങ്ങനെ കടന്നു പോകുന്ന എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിങ്ങളുടെ കുടുംബത്തിനകത്തെ അരാജകത്വത്തെ നീക്കിക്കളഞ്ഞ്, ഇരുളിന്റെ ശക്തികളെ നീക്കിക്കളഞ്ഞിട്ട് നിന്റെ കുടുംബത്തിനകത്ത് സന്തോഷത്തിന്റെ പരിപൂർണതയെ നീയായിട്ട് കൊണ്ടുവരണം. പ്രൈസലോ. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാണ്. ഹല്ലേലൂയ. ചില കുടുംബത്തിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ നരകത്തിൽ ചെല്ലുന്ന പോലെയാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അതിനകത്ത് ഒരു മാറ്റം വരാതെ നിൽക്കുന്നവരുമുണ്ട്. രക്തം ചെയ്യാൻ എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? നമ്മുടെ കുടുംബത്തിനകത്ത് സ്വർഗ പ്രതീതി ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. എപ്പോഴെല്ലാം ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയുന്നുവോ അപ്പോഴെല്ലാം അവന്റെ സന്നിധിയിൽ സന്തോഷിച്ച് ആനന്ദിപ്പാൻ കഴിയും.
പ്രൈസ്. നമ്മളെപ്പോഴെല്ലാം ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ നമ്മളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുന്ന ആ നിമിഷങ്ങളിലെല്ലാം നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആനന്ദിച്ചുല്ലസിപ്പാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് 118 സങ്കീർത്തനത്തിന്റെ 15 വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ടെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. എന്താണ് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം? നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ. ദുഷ്ടന്റെ കൂടാരത്തിൽ നിന്നല്ല പറഞ്ഞത്, നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ എന്ന് പറഞ്ഞ പാപിയായ മനുഷ്യൻ പാപത്തെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത് ചോദിച്ചാൽ, നമ്മുടെ പാപത്തിന് പരിഹാരം വരുന്ന ക്രിസ്തുവിലൂടെ പാപപരിഹാരം ലഭ്യമായി എന്നുള്ള ആ ഉറപ്പും ധൈര്യത്തോടു കൂടി നാം ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടെന്ന് റോമാലേഖനം 5:1 വായിക്കുന്നത് പോലെ ആ ഒരു വിശ്വാസത്താൽ നാം ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെടും. അവന്റെ രക്തം കൊണ്ട് പാപത്തിന്റെ കറകളെ കഴുകിക്കളഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മകനായി മകളായി മാറുമ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ അരാജകത്വങ്ങൾ മാറി പിന്നെ നമ്മുടെ ഭവനത്തിലും നമ്മുടെ ജീവിതമാകുന്ന കൂടാരത്തിലും ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം എന്നും നിറഞ്ഞു നിൽക്കും. അങ്ങനെയുള്ള വ്യക്തിക്ക് എപ്പോഴും പറയുവാൻ കഴിയും, ഹല്ലേലൂയ, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ടെന്ന്. രണ്ട് വാക്യം കൂടെ നമ്മൾ ചേർത്തൊന്ന് വായിച്ചു പഠിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തെ നമുക്ക് ആനന്ദിക്കാൻ കഴിയണം. എന്നെ കേൾക്കുന്ന മാതാവേ, നീ സന്തോഷിക്കണം, സഹോദരൻ സന്തോഷിക്കണം. ഹല്ലേലൂയ. യുവതി യുവാക്കന്മാരോട് സന്തോഷിക്കണം. ഹല്ലേലൂയ. നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ മാനസികമായി തകർന്ന് നിരാശയുടെ അടിയിലൂടെ കടന്നു പോകുന്നുണ്ട്. നമുക്ക് എല്ലാവരെയും ഒന്നും അറിയില്ല. നമ്മൾ ചിലരുമായിട്ട് അടുത്ത് സംസാരിക്കുമ്പോൾ, അടുത്ത് നമ്മൾ അവരുമായിട്ട് സംസർഗം പുലർത്തുമ്പോഴാണ് അവരുടെ ഹൃദയത്തിന്റെ വേദനകൾ പങ്കുവെക്കുന്നത്. ഒന്നിൽ വീട്ടിൽ ഒറ്റപ്പെട്ട്, മാതാപിതാക്കളാൽ ഒറ്റപ്പെട്ട് നിന്നയും അപമാനവും പരിഹാസങ്ങളും എല്ലാം കേട്ട് ഹൃദയം തുറങ്ങിയിരിക്കുന്ന അനുഭവത്തിൽ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കാണുമ്പോൾ, നമ്മുടെ സന്നിധിയിലേക്ക് ദൈവം എത്തിക്കുമ്പോൾ നമ്മൾ അവർക്ക് സന്തോഷത്തിന്റെ പരിപൂർണതയും ദൈവത്തിന്റെ വലത്തുഭാഗത്തുള്ള പ്രബോധങ്ങളിലേക്ക് നമ്മളൊരു മടക്കി കൊണ്ടുവന്ന് അവരുടെ ജീവിതത്തെ സന്തോഷിപ്പാനുള്ള വഴി പറഞ്ഞു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാ, ഒരുപക്ഷെ ഭർത്താവിന്റെ ക്രൂരമായ പീഡന മുഖാന്തരം നീ ദുഃഖത്തിലായിരിക്കും. ഭർത്താവിന്റെ അമിതമായ ലഹരി ഉപയോഗം, മദ്യ ഉപയോഗം മുഖാന്തരം നീ ഒരുപക്ഷെ കണ്ണുനീരിലായിരിക്കും. നിന്റെ മക്കൾ പറഞ്ഞാൽ അനുസരിക്കാത്തതോ നീ ഒരുപക്ഷെ ദുഃഖത്തിലായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യ ജീവിതം ഒരുപക്ഷെ ജോലിയില്ലാതെ നീ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കും, ജോലി നഷ്ടപ്പെട്ടവനായിരിക്കും. ഒരുപക്ഷെ എല്ലാം വിട്ടിട്ട്, നാടും വീടും വിട്ട് ഉണ്ടായിരുന്നെല്ലാം വിറ്റുപെറുക്കി കടം വാങ്ങി ലോണെടുത്ത് കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഹല്ലേലൂയ നീ ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയി ജോലിക്ക് വേണ്ടി പോയതായിരിക്കാം. പക്ഷേ നീ ആഗ്രഹിച്ച വിധത്തിൽ നിനക്ക് ഉയർച്ച കിട്ടാതെ അവിടെയും നിനക്ക് പരാജയമാണെങ്കിൽ, അല്ലെങ്കിൽ സങ്കടമാണെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത് ശക്തമായി ദൂത്, നിന്റെ തകർച്ചയുടെ നിലയിൽ നീ തകർന്ന് വീണ്ടും അവിടെ ഇരിക്കാതെ ദൈവത്തിന് മുഴങ്കാലം അടക്കി പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് പറ, കർത്താവേ, ജീവന്റെ വഴി നിന്റെ പക്കലുണ്ടല്ലോ, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ച് നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും നിന്റെ ഫലത്തുഭാഗത്ത് നിന്നും പ്രമോദങ്ങളും ഉണ്ട്. ഞാനത് വിശ്വസിക്കുന്നത് എന്റെ ഹൃദയത്തിനകത്ത് ആ സ്വർഗീയ മനോഹരമായ ദർശനം, ആ ദർശനം തന്നെ എന്നെ ഒന്ന് നിറയ്ക്കണമെന്ന് പറയാമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് മനസ്സനെയുള്ളവനാകട്ടോ, നമ്മുടെ കർത്താവ് ദയയുള്ളവനാ, കരുണയുള്ളവനാ, അവൻ മഹാദീർഘക്ഷമയുള്ളവനാണ്. നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. നിന്റെ സങ്കടത്തെ മാറ്റിത്തരാൻ ദൈവത്തിന് കഴിയും. രക്തം ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് കർത്താവിനോട് സമീപിക്കുന്നുള്ളതാണ്. കർത്താവ് നമ്മളോടുള്ള സമീപനം എന്താണ്? ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന പ്രിയ ശ്രോതാവേ, നീ സന്തോഷിക്കണം, നീ ആനന്ദിക്കണം. ഹല്ലേലൂയ. 100 പേര് നിനക്ക് മുമ്പിൽ നിന്ന് വിരൽ ചൂണ്ടി നിന്റെ കുറ്റങ്ങൾ, നിന്റെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് 100 പേര് ഒന്നടക്കം നിനക്കൊരു ആക്രോശത്തോടുകൂടി നിന്നാലും ഹല്ലേലൂയ അവരെ കണ്ട് നീ ഭയപ്പെടരുത്. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ സന്തോഷത്തിന്റെ പരിപൂർണതയോടെ കർത്താവിന്റെ വലത്തുഭാഗത്തു നിന്നും അനുഭവിക്കാൻ കഴിയുന്ന പ്രമോദങ്ങളാൽ നിറയപ്പെട്ട മനസ്സിന്റെ ഉടമയായി ഹല്ലേലൂയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ഞാനിത് പറയുമ്പോൾ ഞാൻ ഒരുപാട് പരിഹാസം കേട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പരിഹാസങ്ങളും നിന്ദകളും അപമാനങ്ങളും എന്ന് വേണ്ട നിലത്തിട്ട് ചവിട്ടി മെതിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിനകത്ത് പല സാഹചര്യങ്ങളും ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഞാനതൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കാൻ തുടങ്ങും. കാരണം അവൻ ആ ഗത്സമന തൊട്ട് ഗോൽഗോത്ത വരെ ഹല്ലേലൂയ വലിയ കൂട്ടം ജനം യേശുവിനെ
ആ തോൾ അല്ലെ പല്ലക്കിലേറ്റിക്കൊണ്ട് പോവുകയല്ല ചെയ്തത്. ഗെത്സമന തൊട്ട് ഗോൽഗോത്ത വരെ നമ്മുടെ കർത്താവിനെ പല്ലക്കിലേറ്റിയല്ല കൊണ്ടുപോയത്. പിന്നെ എങ്ങനെ കൊണ്ടുപോയത്? ആ 85 കിലോ വരുന്ന പച്ച ഫൈബരം ആ ക്രൂശൻ ചുമന്നുകൊണ്ട് അവൻ നിന്ദിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, ഉപദ്രവിക്കപ്പെട്ട്, പീഡിപ്പിക്കപ്പെട്ട്, ചാട്ടവാറുകൊണ്ട് അടിമേടിച്ച് ശരീരമാസകലം പുളയുന്ന വേദനയുമായി ആ മല കയറുമ്പോൾ, ഗെത്സമന നടന്നു കയറുമ്പോൾ, കുരിശുമായി കടന്നു കയറുമ്പോൾ ഇവിടെ കർത്താവ് അനുഭവിച്ച ആ സന്തോഷമുണ്ടല്ലോ. നിങ്ങൾ പറയും ദുഃഖവും, ഞാൻ പറയും കർത്താവ് സന്തോഷം ചോദിച്ചത്. കാരണം കർത്താവിൻ്റെ അറിയാം, ഞാനിത് ഇവിടെ അനുഭവിച്ചാൽ എനിക്ക് ശേഷം ഒരു കൂട്ടം ജനം ഈ സന്തോഷത്തിന്റെ പരിപൂർണതയും എൻ്റെ വലത്തുമാകുന്ന പ്രമോദങ്ങളും അനുഭവിക്കും. അതുകൊണ്ട് ഞാൻ ഈ ഗെത്സമന തൊട്ട് ഈ ഗോൽഗോത്ത വരെ ഈ ചുമക്കുന്ന കുരിശ് ഇനി എൻ്റെ ജനം ചുമക്കാനിടയാകരുത്. എനിക്ക് ശേഷം ഒരു സന്തോഷിച്ച് ആനന്ദിക്കണം. അപ്പം ഞാൻ ഈ കഷ്ടതയുടെ കടന്നു പോയി ഞാൻ കർത്താവിനെ നോക്കും. അന്ന് കർത്താവ് അന്ന് എനിക്ക് വേണ്ടി അങ്ങ് ഗെത്സമന തൊട്ട് ഗോൽഗോത്ത വരെ എനിക്ക് വേണ്ടി കഷ്ടം സഹിച്ചില്ലേ, വേദന അനുഭവിച്ചില്ലേ. അതുകൊണ്ട് ഇന്ന് എൻ്റെ ചെറിയ ദുഃഖങ്ങൾക്ക് മുമ്പ് ഞാൻ പിറുവിറുക്കാതെ, ഞാൻ അതിനുമുമ്പിൽ താളടിയായി മാറാതെ അങ്ങേ നോക്കി യാത്ര ചെയ്യുവാൻ കഴിയണമെന്ന് ഞാൻ പലപ്പോഴും ദൈവത്തോട് പറയുമ്പോൾ ആരെന്നെ പരിഹസിച്ചാൽ എനിക്കതൊരു പ്രശ്നമല്ല. കാരണം ഞാൻ ക്രിസ്തുവിലായതുകൊണ്ട് എനിക്ക് ഈ ലോകത്തിന്റെ പരിഹാസത്തെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അവരെന്തും പറയട്ടെ. നമുക്കറിയാം, നമ്മി കോടാനുകൂടി പക്ഷികൾ അല്ലെ രാവിലെ ചിലച്ചിറങ്ങി ആകാശമേഘങ്ങളിൽ പറന്നു കിടക്കുന്നു. ചിലതൊക്കെ വീട്ടിന്റെ മുറ്റത്ത് രാവിലെ വന്ന് ചിലയ്ക്കാൻ തുടങ്ങും. ഇതിന്റെ എല്ലാം ശബ്ദം കേൾക്കാൻ പോയാൽ നമുക്കതെല്ലാം തിരിച്ചറിയണമെന്നില്ല, അല്ലേ? എല്ലാത്തിന്റെ ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ, എല്ലാത്തിനും നമുക്ക് വേർതിരിച്ച് കാണാനൊന്നും പറ്റത്തില്ല. നമ്മളത് കണ്ടില്ലെന്ന് വെച്ച് അങ്ങ് പോവുകയും എന്ന് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്ന പ്രശ്നം, ഈ നേരം വെളുത്ത് കണ്ണു ചിമ്മി എഴുന്നേറ്റ് കഴിഞ്ഞാല് ഈ പക്ഷികൾ ചിലയ്ക്കുന്നത് പോലെ നിന്റെ ശാസ്ത്രങ്ങൾ നിനക്ക് ചിലച്ചിറങ്ങിയത് വരാം, അല്ലേ? അവര് പലതും വിളിച്ചു പറയുന്നത്, പലതും സംസാരിക്കും, അല്ലേ? നിന്റെ ഹൃദയത്തെ മുറിക്കുന്ന വാക്കുകൾ നിന്നോട് പറഞ്ഞേക്കാം. പക്ഷെ അതൊന്നും കണ്ടില്ലെന്ന് നടിച്ചിട്ട് നീ ക്രിസ്തുവിലാണെങ്കിൽ, ക്രിസ്തുവിലാണെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിലുള്ള സന്തോഷത്തിന്റെ പരിപൂർണതയും സ്തോത്രം നിന്റെ ഫലത്തു ഭാഗത്തെ പ്രമോദങ്ങളും ഉണ്ടെന്ന് അത് അനുഭവിച്ച് നീ യാത്ര ചെയ്യണം. പ്രൈസലോ. നമ്മൾ തകരാനല്ല ദൈവം നമ്മെ വിളിച്ചത്, നീ ഉയരാൻ വേണ്ടിയിട്ടാ. നീ തകർച്ച പ്രാപിക്കലും വളർച്ച പ്രാപിക്കണം, അല്ലേ? ക്ഷീണിപ്പിക്കുവാൻ ഒരുപാട് പേര് കാണും. നിന്റെ ശുശ്രൂഷയെ, നിന്റെ മനസ്സിനെ, നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ, നിന്റെ ഭാര്യയെ, നിന്റെ മക്കളെ, നിന്റെ ആത്മീയ ജീവിതത്തെയൊക്കെ തകർക്കുവാൻ, ക്ഷീണിപ്പിക്കുവാൻ ഒരുപാട് ആളുകൾ എത്തിയെന്ന് വന്നേക്കാം. പക്ഷെ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞില്ലെന്ന്. കാരണം മരത്തിൽ പഴുത്ത ഇലയുണ്ടെങ്കിൽ, ഒരു വൃക്ഷത്തെ നിങ്ങൾക്ക് അതിലൊരുപാട് പച്ച ഇലകളും പഴുത്ത ഇലകളും കാണും. ഈ പച്ച ഇലയും പഴുത്ത ഇലയും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന ആ മരത്തിൽ നിന്ന് പഴുത്ത ഇല പൊഴിഞ്ഞു പോകുന്നത്, പച്ചില അറിഞ്ഞില്ല അടി അറിയാതെ നിൽക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ അനവധി ശോധനകൾ കടന്നു വരുമ്പോൾ നമുക്ക് വേണ്ടവർക്ക് ഈ പഴുത്ത ഇല പൊഴിഞ്ഞു പോകുന്നതുകൂടെ പോട്ടെന്ന് വെക്കണോ നീ, അല്ലേ? എല്ലാത്തിനും നമ്മൾ മറുപടി പറയാൻ നിൽക്കരുത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ എനിക്ക് എപ്പോഴെല്ലാം ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു അപ്പോഴെല്ലാം അവന്റെ സന്നിധി സന്തോഷിച്ച് ആനന്ദിക്കുവാൻ കഴിയും. അവനെ പാടി പുകഴ്ത്തണം, സ്തുതിക്കണം, അവന്റെ സാന്നിധ്യത്താൽ നിറയപ്പെടണം. പ്രൈസലോ. നമുക്ക് ഏറ്റവും സന്തോഷിപ്പാൻ കഴിയുന്നത് കർത്താവിന്റെ സന്നിധിയിലാകട്ടോ. ഏത് ദുഃഖങ്ങൾ കടന്നു വന്നാലും, ഏത് വെല്ലുവിളികൾ കടന്നു വന്നാലും നമുക്ക് സന്തോഷിപ്പാൻ കഴിയണം, അല്ലേ? ഇന്ന് അനേകം ആളുകൾ പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. ഒരുപാട് ആളുകൾ എവിടെ ചെന്നാലും പ്രാർത്ഥനയാണ്. ഏത് അമ്പലത്തിൽ ചെന്നാലും, ഏത് മോസ്കിൽ ചെന്നാലും, ഏത് ക്രൈസ്തവ ദേവാലയങ്ങളിൽ ചെന്നാലും, വേർപെട്ട കൂട്ടങ്ങളെ നോക്കിയാലും എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ. ആരും പ്രാർത്ഥിക്കാത്തവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഈ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും, അല്ലേ, ആ കർത്താവിന്റെ വലത്തുഭാഗത്തുള്ള പ്രമോദങ്ങൾ ഇല്ലെന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലേ? പ്രാർത്ഥിക്കുന്നു, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, മുട്ടയെ വലിഞ്ഞ് പ്രാർത്ഥിക്കുന്നു, മുട്ടയിൽ ഇഴഞ്ഞ് പ്രാർത്ഥിക്കുന്നു, മലകൾ കയറി പ്രാർത്ഥിക്കും, മലകൾ ഇറങ്ങി പ്രാർത്ഥിക്കുന്നു, വളരെ ത്യാഗം ചെയ്ത് ശരീരത്തെ ദണ്ഡിപ്പിച്ചും വേദനിപ്പിച്ചും മുറിവേൽപ്പിച്ചും ഒക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് സന്തോഷത്തിന്റെ പരിപൂർണതയില്ല. അതിന് വേദപുസ്തകത്തിൽ ഉദാഹരണമുണ്ട് കേട്ടോ. ഒരിക്കൽ അശേരയുടെയും ബാലിന്റെയും പ്രവാചകന്മാരെല്ലാം കൂടി രാവിലെ തൊട്ട് ഉച്ചവരെ എന്ത് ചെയ്തു? നിലവിളി, ആട്ടവും നൃത്തവും പാട്ടും വേദനയും എല്ലാം അവരുടെ ശരീരത്തെ മുറിവേൽപ്പിച്ചു, എല്ലാം ഭയങ്കര നൃത്തം ചെയ്യുക. പക്ഷെ രാവിലെ തൊട്ട് ഉച്ചവരെ അവർ നിലവിളിച്ചിട്ടും അവരുടെ ദൈവം അവരോട് സംസാരിച്ചില്ല.
ഹല്ലേലൂയ. എന്നാൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന, ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഏലിയാവെന്ന് പറയുന്ന വ്യക്തി അവിടെ ഉണ്ട്. ഏലിയാവെന്ന് പറയുന്ന വ്യക്തി അതെല്ലാം കണ്ട അവസാനം താൻ ആ ഇടിഞ്ഞു കിടന്ന യാഗപീഠം ഒരുക്കിയ യാഗപീഠം പണിത് യാഗവസ്തുവിനെ കൊണ്ടുവച്ച് അവന് വെള്ളം കോരി നിറച്ച് അതിനുശേഷം ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് സ്വർഗത്തിന്റെ ഇറങ്ങി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ പരിപൂർണത എന്നും പ്രബോധങ്ങളും കൊണ്ട് അവൻ ക്രിസ്തുവിലാണ്. ഇവിടെ ഏലിയാവിനെ സംബന്ധിച്ചിടത്ത് ഏലിയാവ് ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവരാ. അപ്പുറത്ത് നോക്കിയാൽ ബാലിന്റെയും മെശിയന്റെയും പ്രവാചകന്മാർക്ക് ദൈവസാന്നിധ്യമില്ല. അവർ നിലവിളിച്ചു. ഹല്ലേലൂയ. ഏലിയാവുള്ള ബന്ധത്തെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അതായത് അനവധി ആളുകൾ പ്രാർത്ഥിക്കുന്നെങ്കിലും പലർക്കും സന്തോഷമില്ല, എന്നും ദുഃഖങ്ങൾ മാത്രമാണ്. ചിലരൊക്കെ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് അത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ എത്ര കാലമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ദൈവമൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്ന എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കകത്തൊരു പ്രമോദമുണ്ടാകണം. പ്രാർത്ഥനയ്ക്കകത്ത് സന്തോഷത്തിന്റെ പരിപൂർണത ഉണ്ടാകണം. രക്തജയം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വിളിച്ചത് എന്തിനാണ് എന്നൊരു ബോധ്യം, രക്തജയം. ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നിന്റെ കുടുംബം അതേ അനുഭവത്തിലേക്ക് വരും. അനവധി കുടുംബങ്ങൾക്കകത്തും സന്തോഷത്തിന്റെ പരിപൂർണത വെളിപ്പെടാത്തതിന്റെ കാരണം എന്താ അറിയുക? വീട്ടിനകത്ത് മദ്യം നിറച്ചു വെച്ച് ലഹരി ഉപയോഗിച്ച് എല്ലാ അധാർമിക അനാശാസ്യ പ്രവർത്തനം കുടുംബത്തിനകത്തുണ്ട്. പിന്നെ എങ്ങനെ സന്തോഷത്തിന്റെ പരിപൂർണത വരുന്നത്? കുടുംബം നരകം പോലിരിക്കുക. ആ കുടുംബത്തിനൊന്നും സന്തോഷത്തിന്റെ പരിപൂർണത വരത്തില്ല കേട്ടോ. കുടുംബം നരകം പോലിരിക്കുമ്പോൾ അവന്റെ വലത്തുഭാഗത്തുള്ള പ്രമോദങ്ങൾ കുടുംബത്തിലുണ്ടാകത്തില്ല. കുടുംബം സ്വർഗമാക്കി മാറ്റണം. പ്രൈസ് ലോർഡ്. കുടുംബം സ്വർഗമാക്കി മാറ്റുമ്പോഴാണ് വചനത്തിൽ പറയുന്ന സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. കുറെ പണമുണ്ട്, കുറെ പ്രതാപമുണ്ട്, ആഡംബര ജീവിതമുണ്ട്, ആഡംബര കാറുകളുണ്ട്, വലിയ സൗധങ്ങളുണ്ട്, വീടുകൾ ഒക്കെ ഉണ്ട്. നല്ല യാത്രയുണ്ട്, നല്ല വില കൂടിയ വസ്ത്രങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും പേരുണ്ട്, പ്രശസ്തിയുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്. അനവധി ആളുകളെ താങ്കൾ മാനിക്കപ്പെടുന്നവരായിരിക്കും. ഏതെങ്കിലും ഉന്നതാധികാര സ്ഥാനത്ത് ഇരുന്ന് വാഴുന്ന ആളായിരിക്കും. ആരുമാകട്ടെ, ജനമെല്ലാം നിങ്ങളെ പല്ലക്കിലേറ്റ് നടക്കുന്ന പോലെ നിങ്ങളെ നടത്തിക്കൊണ്ട് പോയേക്കാം. ആരും തനിക്ക് ചുറ്റിലും ഉണ്ടായിരിക്കും. താങ്കളെ കാണുമ്പോൾ എല്ലാവരും മുണ്ടഴിച്ചിട്ടേക്കാം. താങ്കളെ കാണുമ്പോൾ എല്ലാവരും കുനിഞ്ഞ് നമസ്കരിച്ചേക്കാം. താങ്കളെ കാണുമ്പോൾ എല്ലാവരും സല്യൂട്ടൊക്കെ അടിച്ചേക്കാം. ഹല്ലേലൂയ. ഇതൊക്കെ ഉണ്ടെങ്കിലും ഹല്ലേലൂയ, താങ്കളുടെ കുടുംബം സങ്കടത്തിലല്ലേ? താങ്കളുടെ കുടുംബത്തിനകത്തൊരു നരകത്തിന്റെ പ്രതീതിയല്ലേ? താങ്കളുടെ കുടുംബത്തിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ടോ? താങ്കളുടെ കുടുംബത്തിൽ കർത്താവിന്റെ വലത്തുഭാഗത്തുള്ള പ്രമോദങ്ങളുണ്ടോ? താങ്കളുടെ കുടുംബം സ്വർഗത്തിന്റെ അനുഭവമാണോ? അല്ല സഹോദരൻ, നരകത്തിന്റെ അനുഭവമാണ്. ഞാനൊരു ഉന്നതനായ വീട്ടിൽ ചെന്നു, ഉന്നതനായ ഒരുവന്റെ വീട്ടിൽ ചെന്നു. ഹല്ലേലൂയ. ഭയങ്കര പണമുണ്ട്, കോടീശ്വരന്മാരാ. ഞാൻ ചെന്നപ്പം വളരെ സ്വീകരിച്ച് എന്നെ അവിടെ വീട്ടിനകത്ത് കയറ്റിയൊക്കെ ഇരുത്തി എന്നെ വിളിച്ചിട്ട് പോയതാ കേട്ടോ. അങ്ങനെ ഞാൻ ചെന്നു. അപ്പൊ ഞാനവിടെ എന്നെ വിളിച്ചത്, അപ്പൊ പുള്ളി ഞാനോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ സന്തോഷം വിളിച്ചു. അപ്പൊ എന്നെ വിളിച്ചതിന്റെ കാരണം എന്താ? പുള്ളിയുടെ സങ്കടങ്ങളൊന്ന് പറയണം. ഹല്ലേലൂയ. അപ്പൊ എന്നോട് അതുവരെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാനെന്തായാലും ഈ സഹോദരൻ വിളിച്ചതല്ലേ, നാട്ടിലെ കൊള്ളാവുന്ന ഒരു മനുഷ്യനുമാണ്. വിളിച്ചിട്ട് പോയില്ലെങ്കിൽ മോശം. ഞാനവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഒന്നിച്ച് ആ ടേബിളിൽ ഞാൻ കുടുംബമായിട്ടിരുന്നപ്പോഴാണ് ആ കുടുംബത്തിനകത്തെ നരകാവസ്ഥ പറയാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എന്റെ സഹോദരൻ, ഞാൻ ഇന്ന് വരെ നിങ്ങളുടെ കുടുംബം സ്വർഗമായിട്ടാണ് കണ്ടത്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്, അവന്റെ വലത്തുഭാഗത്തെ പ്രമോദങ്ങളും ഉണ്ടെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഇപ്പൊ നിങ്ങൾ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയപ്പോ നിങ്ങളുടെ കുടുംബം ഒരു നരകമാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അല്ലേ കണ്ടോ? വലിയ വലിയ വീടുകളായിരിക്കുന്നേ, വലിയ 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 ആളുകളൊക്കെ ആയിരിക്കും. പക്ഷെ കുടുംബം നരകമാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? കുടുംബം ദൈവിക ഭവനമാകണമെങ്കിൽ എന്നെ കേൾക്കുന്ന നീ ലോകത്തിന്റെ ബ്ലേച്ചർ മുഴുവൻ പെടണം. നിന്റെ പാപ സ്വഭാവങ്ങൾ മുഴുവൻ വിട്ടിട്ട് നിന്റെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോഴാണ്, ഹൃദയത്തിൽ യേശു വസിക്കുമ്പോഴാണ് ഈ വേദപുസ്തകത്തിൽ പറഞ്ഞ വാക്യത്തിനകത്തെ സന്തോഷവും പ്രമാദവും നിനക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ ഒരു പാപിയായ മനുഷ്യനെ അനുഭവിക്കാൻ കഴിയത്തിരുന്നേ. ആ പാപിയുടെ മനുഷ്യനെന്താ? പാപിയായ മനുഷ്യന്റെ ഭവനം എപ്പോഴും നരകമാണ്. ലേലിയ നരകത്തിന് തുല്യമാണ്. അവിടെ ഒരു മാറ്റങ്ങളും സംഭവിക്കുന്നില്ല. വീണ്ടും ഇവിടെ ദൈവത്തിന് അനേകർ പ്രാർത്ഥിക്ക് കണ്ടിട്ടുണ്ട്. അവർ ഭിക്ഷക്കാരെ പോലെ കർത്താവിനോട് യാചിച്ചുകൊണ്ടിരിക്കും. ഭിക്ഷക്കാരൻ യാചിക്കുന്നത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ അതുപോലെ യാചിച്ചുകൊണ്ടിരിക്കും. തരണമേ 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 എന്നൊക്കെ പറഞ്ഞ് ഒന്നും കിട്ടുന്നുമില്ല.
ലേലിയ. ചിലരൊക്കെ അവരുടെ ഭോഗച്ച് ചെലവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ലേലിയ. അപ്പൊ ഇവിടെ ഒരു കൂട്ടം ജനം എപ്പോഴും പ്രാർത്ഥിക്കും, മറ്റൊരു വിഷക്കാരെ പോലെ പ്രാർത്ഥിക്കും, മറ്റൊരു കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും, കരയുകയും യാചിക്കുകയും ഒക്കെ ചെയ്യും. ലേലിയ. എന്നാൽ സഹോദരം, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ തെറ്റുകൾ ഏറ്റു പറയാതെ, ഇവിടെ തെറ്റുകൾക്കൊരു പരിഹാരം വരുത്താതെ എന്നാൽ കരഞ്ഞ് പ്രാർത്ഥിച്ചതുകൊണ്ടോ യാചിച്ചതുകൊണ്ടോ ഒന്നും ഒരു പ്രയോജനമില്ല. താങ്കൾ ഒരുപാട് കരയുന്ന വ്യക്തിയാണ്, താങ്കൾക്ക് ഒരുപാട് കണ്ണുനീരുണ്ട്. എന്തു പറഞ്ഞാലും താങ്കൾ കണ്ണുതറ, എന്തു പറഞ്ഞാലും താങ്കൾക്ക് സങ്കടം വരും. അങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സഹോദര യുവതി യുവക്കന്മാരോടെ ആ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലെങ്കിൽ നിന്റെ ഉള്ളിൽ പാപമുണ്ടെന്നുള്ളതാണ്. അല്ലേരിയ. ആ പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് നീ പ്രാർത്ഥിച്ച രക്തം ചെയ്യും. അല്ലേരിയ. സന്തോഷത്തിന്റെ പരിപൂർണത. പാപത്തിന് പരിഹാരം വരുത്തുമെന്ന് പറഞ്ഞാൽ കപ്പേളെ കൊണ്ട് നിറച്ചിട്ടത് കൊണ്ട് പാപത്തിന് പരിഹാരം വരത്തില്ല. ഒരു ആടിനെ വെട്ടിയതുകൊണ്ടോ, ഒരു കോഴിയെ വെട്ടിയതുകൊണ്ടോ, ഒരു പോത്തിനെ വെട്ടിയത് കൊണ്ടോ, രക്തം ചൊരിഞ്ഞത് കൊണ്ടോ, മലകൾ കയറിയുകൊണ്ടോ, വല്ല ത്യാഗം നിങ്ങൾ ചെയ്തുകൊണ്ടൊന്നും പാപത്തിന് പരിഹാരമില്ല. പാപത്തിന് പരിഹാരം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമാകട്ടോ. അല്ലേ? കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രം പാപത്തിന് പരിഹാരം വരുത്തി നിങ്ങൾ ദൈവത്തിന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആനന്ദം കർത്താവ് കാണാൻ തുടങ്ങും. അത് നിങ്ങൾക്ക് ലഭ്യമാകാനും തുടങ്ങും. അതുകൊണ്ട് പലരുടെയും പ്രാർത്ഥനയ്ക്കകത്ത് സന്തോഷമില്ല. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്ന കർത്താവിന്റെ മക്കളാണ്, അവന്റെ അവകാശികളാണ്. അവന് സന്തോഷത്തോടെ നമ്മൾ പാടി സ്തുതിക്കുമ്പോൾ ദാവീദ് രാജാവ് ഹല്ലേലൂയ ദൈവസാന്നിധ്യം അനുഭവിച്ചപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും അവന്റെ വലത്തുഭാഗത്തെ പ്രമോദങ്ങളും അനുഭവിച്ചതുപോലെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ ഹൃദയത്തിൽ പാടി ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഒക്കെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന നമുക്കൊക്കെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഇവിടെ രണ്ടാമതൊന്നും ഒരു ജീവിതമില്ലല്ലോ. ഈ ഒറ്റ പ്രാവശ്യം കിട്ടുന്ന ജീവിതത്തിനകത്താണ് ഈ സന്തോഷത്തിന്റെ പരിപൂർണത വേണ്ടത്. ഹല്ലേലൂയ. ഞാൻ ഈ ക്രിസ്തുവിന്റെ സന്തോഷം അനുഭവിച്ച പിന്നാണ് യഥാർത്ഥത്തിൽ ദൈവസാന്നിധ്യമൊക്കെ എന്താണെന്ന് മനസ്സിലായത്. അതിനു മുമ്പ് ഞാനും വലിയ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് ക്രൈസ്തവരുടെ ആചാര എല്ലാം അനുസരിച്ച് ജീവിച്ച വ്യക്തിയൊക്കെയാണ്. പക്ഷെ എൻ്റെ ജീവിതം മുഴുവൻ ലഹരിക്ക് അടിമപ്പെട്ടതായിരുന്നു. ലഹരി കൊണ്ട് നിറയപ്പെട്ട് ഈ ലോകത്തിന്റെ സുഖങ്ങൾ മാത്രം തേടി അന്ന് എനിക്ക് ഒരിക്കലും സന്തോഷത്തിന്റെ പരിപൂർണത അനുഭവിക്കാൻ കഴിഞ്ഞില്ല. കർത്താവിന്റെ വലത്തുഭാഗത്തുള്ള പ്രമോദങ്ങളും അനുഭവിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഞാൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവായ യേശുക്രിസ്തുവിനോട് ഹൃദയം കൊടുത്തപ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ഇരിക്കുന്ന ഇടമായി ഉയരത്തിൽ അന്വേഷിപ്പ്, ഭൂമിയിലുള്ളതെല്ലാം സ്വർഗത്തിലുള്ളതിനെ ചിന്തിപ്പി. ഞാൻ ആദ്യ വചനം പറഞ്ഞു. ആ ഒരു അനുഭവത്തിലേക്ക് എൻ്റെ ഹൃദയത്തെ ദൈവം തിരിച്ചുവിട്ടപ്പോൾ ഹല്ലേലൂയ, ഭൂമിയിലുള്ളതിനെ ഞാൻ മാറ്റിവെച്ച് ഉയരത്തിലുള്ളതിനെ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഭൂമിയിലുള്ള സന്തോഷത്തെ വെടിഞ്ഞ സ്വർഗീയ സന്തോഷം അനുഭവിക്കാൻ വേണ്ടി, ആ സ്വർഗീയ ദർശനത്തിന് വേണ്ടി ഞാൻ എന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? എൻ്റെ ഹൃദയത്തിനകത്തും സന്തോഷത്തിന്റെ പരിപൂർണത ലഭ്യമാകാൻ തുടങ്ങി. പ്രൈസലോ. കർത്താവിന്റെ സന്നിധിയിലെ പ്രമോദങ്ങൾ എനിക്ക് പ്രാപിക്കാൻ കഴിഞ്ഞു. നിങ്ങൾക്കും ഇത് കഴിയുമെന്നേ. നിങ്ങളുടെ കുടുംബത്തിലെ കണ്ണുനീര് മാറും. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിലെ ദുഃഖങ്ങളൊക്കെ മാറും. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിലേക്ക് കടന്നു വരുവാൻ കഴിയണം. നിങ്ങൾ യേശുവിന് വേണ്ടി നിങ്ങൾക്കൊന്ന് ഹൃദയം കൊടുക്കുക. യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മതത്തിൽ നിന്ന് മാറാനൊന്നും അല്ല പറഞ്ഞത്. ഇത് മതപരിവർത്തനമൊന്നും അല്ല, മനസ്സിന്റെ പരിവർത്തനമാണ്. നിങ്ങൾക്ക് മാനസാന്തരം വരുന്നതാണ്. നിന്റെ കുടുംബത്തിനകത്തെ പ്രശ്നങ്ങൾ മാറുന്നതാണ്. ചില കുടുംബത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും പറഞ്ഞ് മറ്റൊരു ഭാഗം കൂടെ പറയാൻ, ചില കുടുംബത്തിലെ കാന്തത്തിൽ മുട്ടസൂചി ഓർത്ത് കിടക്കുന്ന പോലെ ചില കുടുംബം. അത്ര പ്രസവസങ്കീർണമായ അനുഭവങ്ങളാണ്. ആ സ്ഥിതിയൊക്കെ മാറണം. നമ്മുടെ കുടുംബം സ്വർഗത്തിന്റെ പ്രതീതിയായിരിക്കണം. രക്തം ചെയ്യും. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിലേക്ക് വന്നപ്പോൾ ദൈവസാന്നിധ്യം ഉണർന്ന ദാവീദ് പെട്ടകത്തിന്റെ മുമ്പാകെ പൂർണ്ണ ശക്തിയോടെ അല്ലെങ്കിൽ നൃത്തം ചെയ്ത് ആനന്ദിച്ചു എന്നാണ് നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്. 2 ശമൂവേലിന്റെ പുസ്തകം 6:21 വായിക്കുമ്പോൾ അവിടെ ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ദാവീദ് ദൈവത്തിന്റെ പെട്ടകത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്ത് ആരാധിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ മീകളിന് ഇഷ്ടപ്പെട്ടില്ല. രക്തം ചെയ്യും. അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. 2 ശമൂവേലിന്റെ പുസ്തകം 6 അതിന്റെ 21 വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിക്കുന്നുണ്ട്. ദാവീദ് മീകളിലോട് യഹോവയുടെ ജനമായി ഇസ്രായേലിന് പ്രഭുവായി നിയമിക്കാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവന്റെ സകല ഗൃഹത്തിനും ഉപരിയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യും.
ഇപ്പം ദാവീദ് നൃത്തം ചെയ്യുന്നത് കണ്ട് മീകളിലൊരു നാണംകേട് പോലെ. അല്ലേലി ആ നാണംകേട് വന്ന് മീകൾ ദാവീദിനെ പരിഹസിച്ചു. ദാവീദ് പറഞ്ഞതാണ്, അല്ലേലൂയ സ്തോത്രം, ആമേൻ സ്തോത്രം, നിന്റെ അപ്പനിലും അവന്റെ സകല ഗൃഹത്തിലും ഉപരിയായി എന്നെ തെരഞ്ഞെടുത്തു, ദാവീദിനെ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തിന്റെ നൃത്തം ചെയ്ത് ആരാധിക്കുമെന്ന്. അല്ലേലി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് കണ്ട് സഹിപ്പാൻ കഴിയാത്ത കുറ്റാരോപണ ആത്മാവുള്ള മീകള് ചിലരിപ്പോഴും കുറ്റാരോപണാത്മാവുള്ളവരാ. നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്ന കണ്ടാൽ, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കണ്ടു കഴിഞ്ഞാൽ, നാം ഒരു പരസ്യവുമായിട്ട് റോട്ടിൽ പോയി ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുമ്പോൾ, മാനസാന്തര സന്ദേശം പറയുമ്പോൾ, നമ്മൾ കൈയൊട്ടി പാടുമ്പോൾ, തമ്പേറിച്ച് പാടുമ്പോൾ, നമ്മൾ ഹല്ലേലൂയ പറയുമ്പോൾ, രക്തം ചെയ്യാൻ പറയുമ്പോഴൊക്കെ എന്ത് ചെയ്യും? ഈ മീകളിനെ പോലെ കുറ്റാരോപണമുള്ള ആളുകൾ കുറ്റം പറയാൻ തുടങ്ങും. ചില സഭകളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞ് ചില സഹോദരന്മാരും ചില കുഞ്ഞു കുട്ടികളൊക്കെ ആ സന്തോഷത്തിന്റെ പരിപൂർണതയിൽ, സന്തോഷത്തിന്റെ പരിപൂർണതയിൽ അവന്റെ വലത്തുഭാഗത്തുള്ള പ്രമോദങ്ങളും അനുഭവിച്ച് ആത്മാവിൽ നൃത്തം ചെയ്ത് ആരാധിക്കുന്ന കാണുമ്പോൾ ചിലർ എറികണ്ണിട്ട് നോക്കും. കാക്ക നോക്കുന്നത് പോലെ എറികണ്ണിട്ട് നോക്കി മനസ്സിൽ ഈ മേഘലിനെ പോലെ കുറ്റാരോപണ ആത്മാവ് കൊണ്ട് നിന്ദിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ മീകള് അല്ലയ്യ ദാവീദിനെ നിന്ദിച്ച് പരിഹസിച്ചുകൊണ്ട് അവൾക്ക് പിന്നെ സന്തതി ഒരു തലമുറയെ കാണാൻ കഴിഞ്ഞില്ല. അവരുടെ ഗർഭം പോലും ശാപത്തിൽ അടയ്ക്കപ്പെട്ടു പോയി നമുക്ക് മറ്റൊരു വായിക്കാൻ കഴിയും. നിങ്ങൾ കുറ്റാരോപണ ആത്മാവോടുകൂടി ദൈവത്തെ പാടി സ്തുതിക്കുന്ന ദൈവജനത്തെ പരിഹസിച്ച് നിന്ദിച്ച് അപമാനിച്ചാൽ അത് നിന്റെ കുടുംബത്തിന് ശാപമാണ്. മീകളിന് വന്ന ശാപം തന്നെ നിങ്ങളുടെ വീട്ടിലുണ്ടാകും. ഹല്ലേലൂയ. അപ്പൊ എന്താണ് കുറ്റാരോപണ ആത്മാവുള്ള മീകളിനെ നോക്കി ദാവീദ് പറഞ്ഞതാണ്, യഹോവയുടെ ജനമായി ഇസ്രായേലിന് പ്രഭുവായി നിയമിപ്പാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവന്റെ സകല ഗൃഹത്തിലും ഉപരിയായി എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യും. ധൈര്യത്തോടെ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണമെന്നേ. ഹല്ലേലൂയ. നമ്മൾ കൂടി വരുന്ന എവിടാണ്? കള്ളുഷാപ്പിലല്ല കേട്ടോ. ചിലര് കൂടി വന്ന പാട്ടൊക്കെ പാടുന്ന കള്ളുഷാപ്പിൽ കൂടി വരണം. ചിലര് കൂടി വന്ന് കഞ്ചാവടിച്ച് ലഹരി അടിച്ചും ഈ ലഹരിക്ക് അടിമ ചിലര് കൂടി അവിടെ ചിലർക്ക് ഈ ഹൃദയത്തിനകത്ത് ഭക്തി ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ എനിക്കിതൊക്കെ നല്ല അനുഭവമാണ്. പണ്ടത്തെ 35 വർഷം അങ്ങനെയൊക്കെ ആയിരുന്നു. ഹൃദയത്തിനകത്ത് ഭക്തി ഉണ്ടാകുന്നതും ഭക്തിയുടെ ഗാനങ്ങൾ വരുന്നതും കർത്താവിനെ അറിയുന്നതും ഒക്കെ ഈ ലഹരിക്ക് അടിമയായി മാറുമ്പോഴാണ്. ഹല്ലേലൂയ. പിന്നെ കള്ളുഷാപ്പിൽ ചെന്നിട്ട് ബാറിൽ ചെന്നിട്ട് കള്ളുഷാപ്പ് ബാറിൽ ചെന്നിട്ടൊക്കെ കുപ്പിയൊക്കെ മേടിച്ച് വെച്ച് കുടിച്ച് ഒക്കെ കഴിയുമ്പോൾ ചിലരുടെ ഉള്ളിൽ ഈ ഭക്തിയുടെ പാട്ടുകളൊക്കെ വരും. ഹല്ലേലൂയ. അതല്ല ആരാധന. അതൊന്നും സന്തോഷത്തിന്റെ പരിപൂർണതയും കർത്താവിന്റെ വലത്തുഭാഗത്തുള്ള പ്രബോധങ്ങളോ ഒന്നും അല്ല. അതൊക്കെ സാത്താൻ നിന്റെ ഉള്ളിൽ തരുന്നതാ. പക്ഷെ യഥാർത്ഥ ആരാധന എന്താ? നമ്മൾ കൂടി വരുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ സന്നിധി 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് യേശു പറഞ്ഞു. അപ്പൊ നമ്മൾ കൂടി വരുന്ന സഭയിൽ ദൈവമക്കൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, ആത്മാവിന് ശുദ്ധീകരണം വരുത്തിയോൾ, ആത്മാവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ചോൾ, പാപത്തിന് പരിഹാരം വരുത്തിയോർ, യേശുവിന്റെ രക്തത്തെ ശുദ്ധീകരിക്കപ്പെട്ടവർ, ജലത്തിന്റെ ആത്മാവിലേക്ക് കൺവെർഷത്തെ നീക്കിക്കളഞ്ഞ് ദൈവത്തെ വിശുദ്ധിയെ തികച്ചു നിൽക്കുന്ന ദൈവജനം ഒന്നിച്ചു കൂടി വരുമ്പോൾ, ഒരാത്മാവിൽ ആരാധിക്കുമ്പോൾ അവന്റെ സന്നിധിയിലെ സന്തോഷത്തിന്റെ പരിപൂർണതയും ഹല്ലേലൂയ ആ പ്രമോദങ്ങളും അനുഭവിക്കാൻ ചില കുഞ്ഞുങ്ങളെ അടക്കം സഭയ്ക്കകത്ത് നൃത്തം ചെയ്ത് ആരാധിക്കാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങളും ചില സഹോദരിമാരും ഒക്കെ ചില സഹോദരന്മാരൊക്കെ നൃത്തം ചെയ്ത് ആരാധിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നൃത്തം ചെയ്ത് ആരാധിക്കും. അതിനകത്ത് മീകളിന്റെ ആത്മാവുള്ളവരുണ്ട്. അവരിങ്ങനെ കണ്ണിട്ട് നോക്കി പരിഹസിക്കും. അതെ, ദാവീദ് പറഞ്ഞ പോലെ നിന്റെ അപ്പനിലും നിന്റെ സകല കുടുംബത്തിലും അല്ലിയ സ്തോത്രം, നിന്റെ സകല കുടുംബത്തിലും ഹല്ലേലൂയ സകല കുടുംബത്തിലും പ്രഭുവായി നിയമിക്കാൻ ആരുമില്ലാത്തത് കൊണ്ടാണ് എന്നെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഈ പെട്ടകത്തിന്റെ മുമ്പിൽ ഞാൻ നൃത്തം ചെയ്ത് ആരാധിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര, നീ എത്രമാത്രം നിന്ദിക്കപ്പെട്ടാലും അപമാനിക്കപ്പെട്ടാലും പരിഹസിക്കപ്പെട്ടാലും സഹോദരി, നീ നൃത്തം ചെയ്ത് ആരാധിക്കണം. ആത്മാവ് വന്നാൽ അങ്ങനെ കേട്ടോ. ഏതാത്മാവാ? ദുരാത്മാവല്ല, പരിശുദ്ധാത്മാവ് വന്നാൽ. ഹല്ലേലൂയ. ശൗലിന്റെ മേൽ ദുരാത്മാവ് വന്നു കഴിഞ്ഞാൽ ശൗലിന് വേറൊരു സ്വഭാവമാണ്. ദാവീദിന്റെ മേൽ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദാവീദ് നൃത്തം ചെയ്യാൻ തുടങ്ങി. 2 പേരുടെ മേൽ ആത്മാവുണ്ട്. ശൗലിന്റെ പേരും ആത്മാവുണ്ട്, ദാവീദിന്റെ പേരും ആത്മാവുണ്ട്. അപ്പം ശൗലിന്റെ ആത്മാവ് ദാവീദിനെ കൊല്ലണം. ഹല്ലേലൂയ സ്തോത്രം. ദാവീദിന്റെ ആത്മാവ് എന്താ? ദൈവത്തിന് നൃത്തം ചെയ്ത് ദൈവത്തിന്റെ സന്തോഷത്തിന്റെ പരിപൂർണ്ണ പ്രമോദം അനുഭവിക്കണം. നിങ്ങൾ അത് ആരാ?
നിങ്ങളുടെ മേലുള്ള ആത്മാവ് എന്താണ്? നിങ്ങളുടെ മേലുള്ള പരിശുദ്ധാത്മാവാണോ ദുരാത്മാവാണോ? അല്ലേ ഏരിയ അതൊരു പക്ഷേ നിങ്ങൾ ഞാനിങ്ങനെയൊക്കെ ചോദിച്ചു താങ്കളോടൊന്നാണ് പറയുന്നത്. ചിലരൊക്കെ കമ്മിറ്റി ചിലരൊക്കെ വിളിച്ചിട്ട് ചീത്തൊക്കെ പറയും. ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല. താങ്കളുടെ മേലുള്ള ദുരാത്മാവാണോ ദൈവാത്മാവാണോ? അല്ലേ ദുരാത്മാവ് എന്ന് പറഞ്ഞാൽ മീകളുടെ മേലുള്ളത് തന്നെ, അത് കുറ്റപ്പെടുത്തും. അല്ലേരിയ ദാവീദിനുള്ള ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങും. ഇവിടെ നമ്മൾ സ്വർഗത്തിലുള്ള ദൂതന്മാരെ നിങ്ങൾ നോക്കണം. സ്വർഗത്തിലുള്ള ദൂതന്മാരെ നോക്കണം. അല്ലേരിയ അതിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് നല്ലൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മത്തായി സുവിശേഷം അല്ലേരിയ 18-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സ്വർഗത്തിലുള്ള ദൂതന്മാരെ നോക്കുക, അവരെപ്പോഴും സ്വർഗീയ പിതാവിന്റെ സാന്നിധ്യം അനുഭവിച്ചു നിൽക്കുന്നവരാണ്. എപ്പോഴും സ്വർഗീയ പിതാവിന്റെ സാന്നിധ്യം അനുഭവിച്ചു നിൽക്കുന്നവരെ രക്തം ചെയ്യും. ആ സ്വർഗീയ സാന്നിധ്യത്തിലാണ് അവർ ഇരിക്കുന്നത്. ആകയാൽ നാം ദൈവ സാന്നിധ്യം ഉണർന്ന ആ അനുഭവത്തിലായിരിക്കണം. ഈ ദൂതന്മാർ എപ്പോഴും സ്വർഗീയ സാന്നിധ്യം അനുഭവിക്കുന്ന പോലെ നാമും രാവും പകലുമെല്ലാം രക്തം ചെയ്യും. എപ്പോഴാ? രാവും പകലുമെല്ലാം ആ സ്വർഗീയ സാന്നിധ്യം ഉണർന്ന് രാത്രിയും പകലും ദൈവത്തെ പാടി സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കാൻ സമയമില്ല, മറ്റുള്ള എന്തിനും സമയമുണ്ട്. എന്നിട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലേ, കർത്താവിന് കുറ്റം പറയുകയും ചെയ്യും. ഇന്ന് 90% ആളുകൾ കർത്താവിന് കുറ്റം പറയുന്നവരാ. കർത്താവിനെ നന്ദി അർപ്പിക്കുന്നവരാരുമില്ല. അവന്റെ സന്നിധിയിലെ സന്തോഷത്തിന്റെ പരിപൂർണത, അവന്റെ വലത്തുഭാഗത്തെ പ്രമോദങ്ങളും അനുഭവിച്ച് സന്തോഷത്തോടെ ദാവീദിനെ പോലെ നൃത്തം ചെയ്യാൻ ആളില്ലെന്ന് ഇന്ന് സഭയ്ക്കകത്ത് അല്ലേ ഭവനത്തിനകത്ത് കുറ്റാരോപണാത്മാവുള്ള മീകളിനെ പോലെ ശൗലിനെ പോലെ അനവധി ആളുകൾ സഭയ്ക്കകത്തും കുടുംബത്തിലും സമൂഹത്തിലും പെരുകി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഒരു വല്ലാത്ത അനുഭവമായി മാറി. കുടുംബം നരക സമാനമായി മാറി. പിന്നെ അവിടെ പുകച്ചില്ല അല്ലേലിയ. അവിടെ നമുക്ക് ദൈവത്തോട് വേലകൾക്ക് പറയുന്നു, കർത്താവിന്റെ സന്നിധി സന്തോഷിച്ച് ആനന്ദിക്കുവാനായി നമ്മൾ സമയം മാറ്റിവെക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനും ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ ഭക്തനായ ദാവീദിനെ തന്നെ എടുക്കണം. അദ്ദേഹത്തെ ഒരുപാട് എടുത്ത് പറയാനുണ്ട്. ചിലർ ദാവീദിനെ പറയുന്നത് ഇഷ്ടമില്ല. എനിക്ക് ഒരു ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ. എനിക്ക് എല്ലാവരെയും പറഞ്ഞ ഇഷ്ടമാണ്. അല്ലേലിയ. ഈ മനുഷ്യന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒറ്റപ്പെടുത്തലുകളും കൊട്ടാരം വിട്ട് എൻഗതിയിലും അതുല്ലാം ഗുഹായിലൊക്കെ ഒളിക്കേണ്ട സമയം വന്നപ്പോഴും ശൗലി തനിക്കെതിരാവുമ്പോഴും ഈ മീകളുടെ പോലെയുള്ളവർ തനിക്കെതിരെ നിൽക്കുമ്പോൾ ദോവീകും അഗീദോവയിലും ഒക്കെ തനിക്കെതിരെ കുറ്റമാകും. കുറ്റം പറഞ്ഞു നിൽക്കുമ്പോൾ ശിമിയൊക്കെ ശപിച്ച് നടക്കുമ്പോൾ ഈ ദാവീദിനെ സംബന്ധിച്ച് അതിനൊന്നും എതിരെ പ്രതികാരം പറയാനോ പ്രതികാരം ചെയ്യാനോ നിൽക്കാതെ താൻ ഓടിപ്പോയി ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കും. ഏരിയ ദൈവത്തിന്റെ വലത്തുഭാഗത്തുള്ള പ്രമോദങ്ങളെ സന്തോഷത്തിന്റെ പരിപൂർണത ഈ മനുഷ്യനെ അനുഭവിക്കുകയാലോ. നമുക്കും അത് വരണം. നമുക്കും ആ അനുഭവത്തിലേക്ക് എത്തണം. നിന്റെ പകൽ ഈ വചനം കേൾക്കുന്ന മാതാപിതാ നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ കഷ്ടം മാറ്റുവാൻ, നിന്റെ സങ്കടം മാറ്റുവാൻ, നിന്റെ ദുഃഖം മാറ്റുവാൻ, നിന്റെ ഡബ്ല്യൂ മാറ്റുവാൻ. നിന്റെ കുടുംബം ഇരുളടഞ്ഞ ഇരുട്ട അനുഭവമല്ലേ, അതേ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തിനകത്ത് അവന്റെ സന്തോഷത്തിന്റെ പരിപൂർണ്ണത തരാൻ ആഗ്രഹിക്കുക. പക്ഷെ നീ ക്രിസ്തുവിലാകണം. അല്ലേറിയ നീ ക്രിസ്തുവിലാകണം സഹോദര. 2:5-17 എന്താ വായിക്കുന്നത്? ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി. ആ കുറ്റാരോപണ ആത്മാവും കഴിഞ്ഞു പോകും. നിങ്ങളെല്ലാവരുടെ മേൽ കുറ്റാരോപണ ആത്മാവുണ്ട്. അല്ലേറിയ കുറ്റം പറയുന്ന ആത്മാവുണ്ട്. അല്ലേ? അതിനെ നീക്കം ചെയ്യണമെങ്കിൽ നീ ക്രിസ്തുവിലാകണം. അല്ലേരിയ ക്രിസ്തുവിലാകുമ്പോൾ നാം പുതിയ മനുഷ്യനായി മാറും. ആ പുതിയ മനുഷ്യനാണ് ഈ സന്തോഷത്തിന്റെ പരിപൂർണതയും പ്രമോദങ്ങളും അനുഭവിക്കാൻ കഴിയുന്നത്. അല്ലേരിയ അവിടെ നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുക കാണുന്നുണ്ട്. കർത്താവിന്റെ സമയം മാറ്റിവെക്കണം. ലോകം നൽകുന്ന സന്തോഷത്തെക്കാളും, സ്നേഹിതം നൽകുന്ന സന്തോഷത്തെക്കാളും, ഭാര്യ നൽകുന്ന സന്തോഷത്തെക്കാളും, കാമുകി തരുന്ന സന്തോഷത്തെക്കാളും, അല്ലെങ്കിൽ എവിടുത്തെ മയക്കുമരുന്ന് ലഹരി തരുന്ന സന്തോഷത്തെക്കാളും ശ്രേഷ്ഠമായ സന്തോഷം കർത്താവിന്റെ സന്നിധിനെ ആരാധിക്കുന്നതാണ്. ചിലർക്ക് ലോകം തരുന്ന സന്തോഷം, ചിലർക്ക് സ്നേഹിതന്മാർ തരുന്ന സന്തോഷം, ചിലർക്ക് ഭാര്യയെ കൂടാതെ പിന്നെ ഭാര്യമാർ കാമുകിമാർ തരുന്ന സന്തോഷം, ചിലർക്ക് മദ്യവും മയക്കും. അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് നമ്മുടെ കർത്താവിന്റെ സന്തോഷം.
ലോകത്തിന്റെ മാലിന്യം ഈ ചണ്ടികൾ നീ വിട്ടിട്ട് വന്ന ചണ്ടി കൂപാരങ്ങൾ ചുമന്ന് നിന്റെ ഹൃദയത്തിൽ വെക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ഹൃദയം കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. ഹൃദയത്തിന്റെ അകത്ത് സന്തോഷത്തിന്റെ പരിപൂർണത നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ആ സ്വർഗീയ പ്രമോദങ്ങളാൽ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. അങ്ങനെ വന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് ഏതെല്ലാം കുടുംബങ്ങളിൽ കഷ്ടം സഹിക്കുന്നുണ്ടോ, ഏതെല്ലാം ജീവിതങ്ങൾ നിരാശ നിറയിലാണോ, നിന്റെ കുടുംബത്തെ ദൈവം മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇരുള് മാറിയാൽ വെളിച്ചം വരും. ഹല്ലേലൂയ. ഇരുള് മാറണമെങ്കിൽ വെളിച്ചമായി ക്രിസ്തു നിന്റെ ജീവിതത്തിൽ വരണം. ഹല്ലേലൂയ. ഇരുള് മാറി വെളിച്ചം നിന്റെ കുടുംബത്തിൽ വന്നു കഴിയുമ്പോൾ വെളിച്ചത്തിൽ വസിക്കുവാൻ നീ നിന്റെ കുടുംബത്തെയും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിനക്ക് സന്തോഷിപ്പാൻ കഴിയും. അതുകൊണ്ട് ആമേൻ, ദൈവസന്നിധിയിലുള്ള സന്തോഷത്തെ അതിനെ ശ്രേഷ്ഠമേറിയതും മാധുര്യമായി അനുഭവിക്കുവാനുള്ള സാഹചര്യം നീ നിന്റെ കുടുംബത്തിൽ സൃഷ്ടിക്കണം. ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാധുര്യമേറിയുമായ സന്തോഷമുള്ളത് അത് നമുക്ക് അനുഭവിക്കാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പം ദൈവസാന്നിധ്യം ഉണരുവാൻ അനേകർക്ക് കഴിയുന്നില്ല. കാരണം ദൈവസാന്നിധ്യത്തിനും അവർക്കും ദൈവസാന്നിധ്യം അവർക്കും മധ്യ പാപം പ്രവേശിച്ചു. പലർക്കും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. കാരണം പലർക്കും പലരും ജീവിതം ദൈവിക സാന്നിധ്യത്തിനും അവർക്കും മധ്യ പാപം കയറിക്കൂടി. അപ്പൊ എനിക്കും ദൈവത്തിനിടയ്ക്ക് പാപമുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ, ഞാൻ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ പാപമുണ്ടെങ്കിൽ എനിക്ക് ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയത്തില്ല. ആ പാപത്തെയാണ് നമ്മൾ നീക്കിക്കളയേണ്ടത്. അതുകൊണ്ട് പാപം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് അല്ലെങ്കിൽ ദാവീദ് പാപം ചെയ്തപ്പോൾ കർത്താവിനോട് യാചിച്ചു. ദാവീദ് പാപം ചെയ്ത പാപം തന്റെ ജീവിതത്തിൽ വന്നപ്പോൾ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ദാവീദ് എന്താണ് പ്രാർത്ഥിച്ചത്? 51 സംഖ്യത്തിന്റെ 10 വാക്യം, 10-12 വാക്യം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം സൃഷ്ടിച്ച സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സാന്നിധ്യനെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിൽ നിന്നിരിക്കുകയും വരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തന്നെ മനസ്സോടുക്കണം. ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് നിലവിളിച്ച് കരയാൻ തുടങ്ങി. നിന്റെ സന്നിധിയിൽ തന്നെ തള്ളിക്കളയരുത്. ദാവീദ് പറയാണ്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അപ്പൊ നിന്റെ സാന്നിധ്യത്തിൽ എന്നെ തള്ളിക്കളയരുതെന്ന് ദാവീദ് തന്റെ ഹൃദയത്തിനകത്ത് പാപപ്രതി നിലവിളിച്ചെങ്കിൽ അതേ ദാവീദ് തന്നെ ഈ സങ്കീർത്തനം 16:15 എഴുതി വെച്ചത് നിന്റെ സാന്നിധ്യം സന്തോഷ പരിപൂർണതയുണ്ടെന്ന്. ഈ ദാവീദ് പറഞ്ഞ് നിന്റെ സന്നിധി തള്ളിക്കളയരുത്. അല്ലേ? ഓർത്ത് നോക്കി, സന്തോഷത്തിന്റെ പരിപൂർണത അനുഭവിച്ച ദാവീദിന്റെ ജീവിതത്തിൽ പാപം വന്നപ്പോൾ അദ്ദേഹം പറയും, നിന്റെ സാന്നിധ്യത്തെ തള്ളിക്കളയരുത്. എന്റെ ഹൃദയത്തിന്റെ സന്തോഷം നഷ്ടപ്പെടരുത്. എന്റെ ഹൃദയത്തിന്റെ പ്രമോദങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് മാപ്പ് നൽകണം. ഒരുപാട് വീണ് കരഞ്ഞു. ആ ഭക്തനോട് ദൈവം ക്ഷമിച്ചു. പിന്നത്തെ എഴുതി ദാവീദിനെ കുറിച്ച് എഴുതി വെച്ച് അവൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവനെന്ന് രക്തം ചെയ്യും. മടങ്ങി വരാൻ കഴിയുമോ സഹോദരീ? മടങ്ങി വരാൻ കഴിയുമോ? ഇത് എല്ലാം അശുദ്ധമായ ജീവിതം വിട്ട് മടങ്ങുക. നമുക്ക് കർത്താവിനോട് ഏൽപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ സന്തോഷം ഉണ്ടാകും. ഹല്ലേലൂയ. നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളഞ്ഞ് നിന്റെ പരിശുദ്ധനെ എടുക്കുകയും വരുതേ. അല്ലെങ്കിൽ നമുക്കും ദൈവത്തോട് നിലവിളിക്കും. ഞാൻ വായിച്ചവനത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. എന്താണ് വായിച്ചവന്? 16 സങ്കീർത്തനമാണല്ലോ, 11 വാക്യം. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. ആമേൻ. നിന്റെ സന്നിധി സന്തോഷ പരിപൂർണ്ണ, നിന്റെ വലതുഭാഗത്തെന്നും പ്രമോദങ്ങളും ഉണ്ടാകും. ഇത് ദൈവത്തിൽ മാത്രം ലഭിക്കുന്ന കേട്ടോ. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മാത്രം ലഭിക്കുന്ന കോടാനുകോടി ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, അവന്റെ മാനസാന്തരം വേണ്ടി, പാപത്തിന് പരിഹാരം വരുത്താൻ വേണ്ടി സ്വർഗം വിട്ടിറങ്ങി വന്ന കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയ കരിരുമ്പാണികൾ അത്രയപ്പെട്ട് മുൾക്കിരീട ധാരിയായ ശരീരം മുഴുവൻ പോലെ നീളത്തിൽ കീറി അടിയേറ്റ് മർദ്ദനമേറ്റ് തുപ്പലേറ്റ് നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് ആമി വിലാപ്പുറം പൊത്തിത്തുറന്ന 2 കള്ളന്മാരുടെ മധ്യേ നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയ യേശു ക്രിസ്തുവിന്റെ മാത്രമേ ഈ സന്തോഷം ലഭ്യമാകത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കർത്താവിലേക്ക് മടങ്ങുക, യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ആരെങ്കിലും ഇന്ന് ദുഃഖത്തിന് കഴി, ഹൃദയവേദനയുടെ, ഭവനത്തിനകത്ത് ഇരുളിന്റെ അനുഭവമാണെങ്കിൽ ഇന്ന് പോലെ എന്നോടൊപ്പം ചേർന്ന് പറയുക, കർത്താവേ, എനിക്ക് ആ സന്തോഷത്തിന്റെ പരിപൂർണതയെ, ആ പ്രബോധങ്ങൾ അനുഭവിപ്പാൻ എന്നെ, എൻ്റെ കുടുംബത്തെ ഒരുക്കണമേ. അങ്ങയുടെ കർത്താവേ, അങ്ങും ഞാനും കൂടെ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിന്റെ പാപം, ഹല്ലേലൂയ, ആ പാപം എനിക്ക് ദൈവ സാന്നിധ്യം ഉണരുവാൻ കഴിയുന്നില്ല. എൻ്റെ പാപത്തിന് അങ്ങ് പരിഹാരം വരുത്തി തരണം. എൻ്റെ പാപത്തെ പറ്റി അങ്ങ് മാത്രമാണ് ക്രൂശിൽ മരിച്ചത്. ഞാനതിനെ പൂർണ്ണമായി വിശ്വസിക്കുന്നു പറഞ്ഞ്
എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെടും നല്ല സമയത്തിനായി ഈ ജനത്തിനുവേണ്ടി പ്രാർത്ഥന. കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 145 കോടി ജനത്തിനായി, ലോകരാജ്യം 7 ഭൂഖണ്ഡങ്ങളായി 800 കോടിയിലധികം ജനത്തിനായി കർത്താവ്, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത്തിൽ പാർക്കുന്ന സകല ജനത്തെയും, എല്ലാ ദ്വീപവാസികളെയും, ശൈശവത്തിലും ബാല്യത്തിലും കൗമാര യൗവനത്തിലും വാർദ്ധക്യത്തിലും വൃത്തരും അസന്നതി യാചകരും ഓർഫണേജിലും ഓട്ടയിലും തടവറയിലായിരിക്കുന്ന എല്ലാ ജനത്തെയും കർത്താവ്, ഏത് രാജ്യത്ത് കഷ്ടം സഹിക്കും ജനം കടന്നു പോകുന്നു, ഏത് ഭവനങ്ങൾ കഷ്ടം സഹിച്ചിരിക്കുന്നു, ആ ഇരുളിന്റെ ആധിപത്യം പിടിപ്പിച്ച് ജനത്തിന് മനസ്സാന്തരം കൊണ്ട് കുറ്റാരോപണാത്മാവുള്ള ശൗലിനെ പോലെ മേഘലിനെ പോലെ പരിഹസിക്കുന്നവരായി തീരാതെ ദാവീദിനെ പോലെ നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ഒരു വലിയ കൂട്ടം ജനത്തെ ഒരുക്കണനായി ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. പാപത്തിന്റെ വഴിയിലോട്ട് മടങ്ങിവിട്ട് മദ്യമാനും വെറുക്കൂത്ത് ഈ ലോകത്തെ ജനിക്കുക, തുടർന്ന് അശ്ലീലമായ ജീവിത സാഹചര്യങ്ങൾ വിഴുകി നരകത്തിന് തുല്യമായി ജീവിക്കുന്ന കുടുംബങ്ങൾ വിടിവിക്കപ്പെടട്ടെ. അവിചാര മന്ത്രവാദ കൂടോത്ര ശുദ്രശക്തികൾ, ദുർഭൂത ബന്ധനങ്ങൾ, ദുർഭൂതാരാധന, സാത്താന്യ ശക്തികൾ അകപ്പെട്ട് കിടക്കുന്ന അന്യബുദ്ധി ആളുകൾ, തീവ്രവാദ ഭീകരവാദ വർഗീയതയിൽ അകപ്പെട്ട് കിടക്കുന്ന എല്ലാ ജനത്തെയും കർത്താവ്, രാജ്യരാഷ്ട്ര തലന്മാർ, എല്ലാ മത നേതാക്കന്മാരെ, എല്ലാ സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ രംഗങ്ങൾ നിൽക്കുന്ന എല്ലാ ജനത്തെയും കർത്താവ് ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവിനെല്ലാം മടങ്ങി വന്ന് കർത്താവിന്റെ സന്നിധിയില് ആ സന്തോഷത്തിന്റെ പരിപൂർണത അനുഭവിപ്പാൻ, കർത്താവിന്റെ പ്രമോദങ്ങൾ അനുഭവിപ്പാൻ സകല ജനത്തെ ഒരുക്കണമേ. ഒരു മനുഷ്യൻ കൂടി നഷ്ടപ്പെട്ടു പോരുത്. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് ഇവിടെ പരമയാഗമായി മാറിയ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സന്തോഷം അനുഭവിപ്പാൻ ജനത്തെ ഒരുക്കണമേ. സകല മുഖത്ത് ഒരുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.